Hi children, നമ്മൾ ഇന്ന് The Light on the Hillsന്റെ പാരഗ്രാഫ് 3 മുതൽ 6 വരെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, അതായത് ഒരു സഹോദരങ്ങളാണ്. അവരൊരു ചിത്രം വരയ്ക്കുന്നതിനായിട്ട് ആ ആൺകുട്ടി ചിത്രം വരയ്ക്കാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഒരു മൈതാനം, അതായത് പാടത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പം ഈ സഹോദരി പറയാണ്, ഇതൊരു സുന്ദരമായ ലോകമാണ്, ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ആ സഹോദരനോട് പറഞ്ഞു. സഹോദരൻ തിരിച്ചെന്താണ് പറയുന്നത്? സഹോദരൻ വളരെ ദുഃഖത്തോടു കൂടി പറയാണ്, അതെ, ഇതൊരു സുന്ദരമായ ലോകമാണ്, പക്ഷേ ഈ സുന്ദരമായ ലോകത്ത് എന്തെങ്കിലും മോശമായിട്ടോ പരിപൂർണതയില്ലാതെയോ എന്തെങ്കിലും പ്രതിനിധീകരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപമായിരിക്കും എന്നാണ് ആ ആൺകുട്ടി പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലൊരു സുന്ദരമായ ഒരു ലോകം തന്നെയാണ്, പക്ഷെ ഇതിൽ നമ്മൾ എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണതയില്ലാത്ത അവസ്ഥയിലോ എന്തെങ്കിലും നമ്മൾ ഇതിൽ പ്രതിനിധീകരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപമായിരിക്കും എന്ന് ഈ ആൺകുട്ടി പറഞ്ഞു. അപ്പൊ പെൺകുട്ടി ചോദിച്ചു, നീ എപ്പോഴും എല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിലാണോ ചെയ്യുന്നത് എന്ന് ഈ പെൺകുട്ടി അവനോട് ചോദിച്ചു. അപ്പം അവൻ പറയാണ്, ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്, വളരെ കാര്യങ്ങൾ വിട്ടുകളഞ്ഞാൽ എന്താ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അവൻ അത്രയും ടയേർഡാണ്, ക്ഷീണമുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവൻ സഹോദരിയോട് പറയാണ്, വളരെ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞാലോ എന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് അവൻ സഹോദരിയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഈ ആൺകുട്ടി പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യും എന്നാണ് ഈ പെൺകുട്ടി ഉത്തരം പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിക്ക് വേണ്ടി, ആളുകൾക്ക് വേണ്ടി ഞാനത് ചെയ്യും. അപ്പം നീ അത് ചെയ്തു കഴിഞ്ഞാൽ, നിനക്ക് ഇഷ്ടപ്പെട്ട ആളിന് വേണ്ടി നീ അത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഒരു ശക്തി കിട്ടും. ആ ശക്തി, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ശക്തി കിട്ടും. അത് ഒരുപാട് വേദനകൾ സഹിക്കാനായിട്ട് നിന്നെ സഹായിക്കും. മാത്രമല്ല കുറേ ദൂരം നടക്കാനും അതുപോലെ പല പ്രവൃത്തികൾ ചെയ്യാനും സഹായിക്കും. മാത്രവുമല്ല നിനക്ക് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ക്ഷീണവും തോന്നുകയില്ല എന്നാണ് ഈ പെൺകുട്ടി ഈ ആൺകുട്ടിക്ക് മറുപടി കൊടുത്തത്. അപ്പൊ ഈ പെൺകുട്ടി പറയാണ്, അവൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിന് വേണ്ടി ആൾക്കാർക്ക് വേണ്ടി അവളത് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു ശക്തി കിട്ടും. പിന്നെ എന്ത് വേദനയും സഹിക്കാനുള്ള ഒരു കഴിവ് കിട്ടും. ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയും. പലതരത്തിലുള്ള ജോലികൾ ചെയ്യാൻ കഴിയും. ക്ഷീണവും അനുഭവപ്പെടില്ല എന്നാണ് പെൺകുട്ടി ഈ സഹോദരനോട് പറഞ്ഞത്. അപ്പൊ ഈ സഹോദരൻ ഇത് കേട്ട് കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറയാണ്, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചിത്രങ്ങൾ വരയ്ക്കാം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചിത്രം വരയ്ക്കാം. അപ്പം വരയ്ക്കുന്ന സമയം അത്രയും ഞാൻ നിന്നെ കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടേ ഇരിക്കാം എന്ന് ഈ ആൺകുട്ടി പെൺകുട്ടിയോട് പറഞ്ഞു. എന്നിട്ട് ഈ ഇരുണ്ട നിഴലുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് തല നീട്ടി നോക്കുന്ന കുന്നിൻ്റെ ഭാഗത്തേക്ക് ഈ കുട്ടികൾ ഒന്നുകൂടി നോക്കിയാണ്. ഇരുണ്ട നിഴൽ രൂപത്തിൽ നിന്നും വെളിച്ചത്തിൻ്റെ ഭാഗത്തേക്ക് തല നീട്ടി നോക്കുന്ന
കുന്നുകളെ ഒന്നുകൂടി നോക്കിയതിനു ശേഷം ഈ സഹോദരനും സഹോദരിയും കൂടി ആ പാടത്തു നിന്നും അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. അപ്പം വളരെ വൈകാതെ തന്നെ ആ കുടുംബത്തില്, ഈ ആൺകുട്ടിയുടെ ആ കുടുംബത്തില് ഒരു വലിയൊരു ദുരന്തം ആഞ്ഞടിച്ചു. വളരെ വൈകാതെ തന്നെ ഈ ആൺകുട്ടിയുടെ വീട്ടിൽ, അതായത് ഈ സഹോദരനും സഹോദരി, ആ കുട്ടികളുടെ ആ വീട്ടില് ഒരു വലിയൊരു ദുരന്തം ആഞ്ഞടിച്ചു. ഒരു ദിവസം രാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ ഈ പെൺകുട്ടി ഉറക്കത്തില് മരണമടയുകയാണ് ചെയ്തത്. അതൊരു വലിയ താങ്ങാവുന്നതിലും അപ്പുറത്തുള്ള ഒരു ദുരന്തമായിരുന്നു. അപ്പം ഈ ആൺകുട്ടി ആശ്വസിപ്പിക്കാനായിട്ട് അവൻ്റെ അമ്മ അവനോട് പറയുകയാണ്, മകനെ, നിന്റെ സഹോദരി മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ്, ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരം മുമ്പോട്ട് പോയിരിക്കുകയാണ്, മറ്റൊരു ലോകത്തേക്ക് ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള വഴി അവൾക്ക് അറിയില്ല. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും അവള് ഇനി തിരിച്ച് ഭൂമിയിലേക്ക് വരാനുള്ള സാധ്യതയേ ഇല്ല എന്നാണ് ഈ ആൺകുട്ടിയുടെ അമ്മ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ഈ സഹോദരിയുടെ വേർപാടിൽ മനം നൊന്ത് കഴിഞ്ഞിരുന്ന ആ ആൺകുട്ടി ആ മൈതാനത്ത് തൻ്റെ സഹോദരി ഉണ്ടായിരുന്നപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ ഒരു മൈതാനത്ത് പോയല്ലോ, കുന്നിന്റെ മുകളിലും അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് അവിടെയൊക്കെ നോക്കിക്കാണാനായിട്ട് പോയല്ലോ. അപ്പം ഈ സഹോദരി മരിച്ച വേദനയില് വളരെയധികം നീറി കഴിഞ്ഞിരുന്ന ആ ആൺകുട്ടി പണ്ട് താൻ സഹോദരിയോടൊപ്പം പോയ ആ മൈതാനത്ത് വീണ്ടും തിരിച്ചു ചെല്ലാനായിട്ടുള്ള ഒരു ധൈര്യം ഈ കുട്ടിക്കില്ല. കാരണം ആ സഹോദരിയുടെ ഓർമ്മകൾ ഇങ്ങനെ വന്ന് അവനെ ദുഃഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും ആ മൈതാനത്ത് സഹോദരി ഇല്ലാതെ പോകാനുള്ള ധൈര്യമില്ല. അപ്പൊ അവിടെ രണ്ടാമതും പോകാനുള്ള ഒരു ധൈര്യം ആർജിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആൺകുട്ടി അനേകം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ട് കുറെ നാളുകൾക്ക് ശേഷം അവൻ ജോലിയിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ അവന് ഒരു വിചിത്രമായ ഒരു ശക്തി എവിടെന്നോ കിട്ടുന്നതായിട്ട് ഈ ആൺകുട്ടിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അപ്പൊ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് അവന് വീണ്ടും ആ ഒരു പഴയ ശക്തിയൊക്കെ കിട്ടി, ആ മൈതാനത്ത് ഒന്നുകൂടി പോകാനുള്ള ആ ധൈര്യമൊക്കെ കിട്ടിയത്. കുറെ നാളിന് ശേഷം അവൻ്റെ ജോലി ചെയ്തപ്പോഴേക്കും എന്തോ ഒരു വിചിത്രമായ ഒരു ശക്തി അവന് ലഭിച്ചതായിട്ട് അനുഭവപ്പെട്ടു. ആർക്ക്? ഈ സഹോദരന് അനുഭവപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് പാരഗ്രാഫ് 3 മുതൽ 6 വരെ ഉള്ളത്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഒക്കെ പഠിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.